നമസ്കാരം സുഹൃത്തുക്കളെ. മിഡിൽ ക്ലാസ് ഇൻകം ട്രാപ്പ്. ഓക്കെ, ഈ വിഷയം എന്നേക്കാളും ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. ഈ വിഷയം ഞാൻ എടുക്കാൻ കാരണം എന്ന് പറയുന്നത് എനിക്ക് 2 ദിവസം മുമ്പ് ഉണ്ടായ അനുഭവമാണ്. അതായത് ഒരു റെസ്യൂമെ എനിക്ക് നാട്ടിൽ നിന്ന് വന്നു. ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു എന്നാണ്. നാട്ടിലൊരു നല്ലൊരു പയ്യനാണ്. അവന് ജോലി എവിടെയെങ്കിലും തരപ്പെടുത്തി കൊടുക്കാൻ പറ്റുമോ, നമ്മുടെ ഏതെങ്കിലും ബന്ധത്തിന്റെ പുറത്ത്. അങ്ങനെ എനിക്ക് റെസ്യൂമെ വന്നു. ഞാൻ റെസ്യൂമെ ഓപ്പൺ ചെയ്തു. ഒരു 25 വയസ്സുള്ള ഒരു പയ്യനാണ്. അവൻ ഡിഗ്രി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവന്റെ സ്കിൽസ് അവൻ പറഞ്ഞിരിക്കുന്നത് അവന് ഇന്റർനെറ്റ് സർഫിംഗ് ഒരു സ്കില്ലാണ്. രണ്ടാമത്തെ പറയുന്നത് അവൻ മൈക്രോസോഫ്റ്റ് വേർഡ് അറിയാം, പിന്നെ ഫോട്ടോഗ്രാഫി. ഇതാണ് അവന്റെ സ്കില്ല്. അപ്പൊ ഞാൻ അപ്പോഴാണ് ഈ വിഷയത്തിന്റെ ഒരു ഒരു പ്രാധാന്യം ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് ഇത്രമാത്രം പോഡ്കാസ്റ്റുകളും ഇത്രമാത്രം യൂട്യൂബ് വീഡിയോസ് കൊണ്ട് ഹൗ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇൻകം ഈ ട്രാപ്പിൽ നിന്ന്, എന്നിട്ട് പോലും നമ്മുടെ യൂത്ത് ഇത്രമാത്രം ബോധവാന്മാരല്ല. അതായത് ആ പയ്യന് അവൻ എത്തിപ്പോകുന്ന രീതി എന്ന് പറയുന്നത് ഹീസ് ഗെറ്റിംഗ് ടു ട്രാപ്പ്. ഓക്കെ, പ്രത്യേകിച്ച് യാതൊരു സ്കില്ലും ഒന്നുമില്ല. അവന് കിട്ടാൻ പോകുന്ന ജോലി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഇപ്പൊ ചെയ്യുന്ന ഫാക്ടറിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോട്ടൽ റിസപ്ഷനിലോ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിലേക്ക് ആയിരിക്കും ജോലി കിട്ടാൻ പോകുന്നത്. ബിക്കോസ് ആരെടുക്കാൻ പോകുന്നത്? കാരണം സ്കില്ലില്ലാതെ ആരും ജോലി കൊടുക്കില്ല. സോ ലെറ്റ്സ് കം ടു ദ പോയിന്റ്. ഓക്കെ, നമ്മുടെ യൂത്ത്, സ്പെസിഫിക്കലി മിഡിൽ ഫാമിലിയിൽ നിന്ന് വരുന്ന യുവാക്കൾ പ്രത്യേകിച്ച് ഒരു ഡയറക്ഷൻസ് ഇല്ലാതെ അവരിങ്ങനെ അലയുകയാണ്. കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ലൈബിലിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ യൂത്ത്. ഒക്കെ, കാരണം അവർ ഫൈനാൻഷ്യൽ ഡിപ്രസ്ഡ് ആണ്, അവർ മെന്റലി ഡിപ്രസ്ഡ് ആണ്, അവർ ജോലിപരമായി ഡിപ്രസ്ഡ് ആണ്. അങ്ങനെ അവർ ഫേക്ക് ആയിട്ടുള്ള ഈ ഗുരുസും ഫേക്ക് ആയിട്ടുള്ള ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സിന്റെ അടുത്ത് പോയി ദേ ഗെറ്റിംഗ് ട്രാപ്ഡ്. ഓക്കെ, മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ഐ പുട്ട് സം പോയിന്റ്സ്. ഓക്കെ, ടു ഒരു പക്ഷേ മേ ബി ഹെൽപ്ഫുൾ ഫോർ യു. ഞാൻ ഏറ്റവും ആദ്യം പറയാനുള്ളത് സ്കിൽസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഒരു പക്ഷേ നമ്മുടെ കുട്ടികൾ ചോദിക്കും, ഫ്രണ്ട്സ് ചോദിക്കും, സ്കിൽസ് ഉണ്ടായിട്ട് എന്താ കാര്യം? ഇന്ത്യ ഈസ് എ ഹൈ പോപ്പുലേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, അതായത് എനിക്കൊരു നല്ലൊരു വീഡിയോ എഡിറ്റർ വേണം, അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനർ വേണം. ദർ ഇസ് നോബഡി അവൈലബിൾ. ഇന്ത്യയിൽ ഇല്ല സത്യം പറഞ്ഞാൽ. കാരണം ദർ ഇസ് പണി അറിയാവുന്നവരില്ല. ഒരു ഒരു വീഡിയോഗ്രാഫറോ അല്ലെങ്കിൽ വീഡിയോ ഡിസൈനറോ അല്ലെങ്കിൽ ഒരു എഡിറ്റർ ആവാനായിട്ട് എന്താണ്, ഇറ്റ് ഡു നോട്ട് മേക്ക് എനി സെൻസ്. എത്ര സമയം എടുക്കും? ഒരു ഒരു 6 മാസം, ഒരു വർഷം വരെ നമ്മൾ എവിടെയെങ്കിലും പോയി പഠിച്ചാൽ യൂട്യൂബിൽ സ്വയം പഠിക്കാം, ദാറ്റ് ഗുഡ് തിങ്. അല്ല, നമുക്ക് എവിടെയെങ്കിലും പോയി പഠിക്കണമെങ്കിൽ പോലും ഒരു 2 മണിക്കൂർ ആഴ്ചയിൽ 2-3 മണിക്കൂർ ഡെഡിക്കേറ്റ് ചെയ്താൽ യു ക്യാൻ ബി എഡിറ്റർ. അതായത് വൈകുന്നേരം എവിടെയും ജോലിക്ക് പോവാം, രാവിലെ അല്ല, വൈകുന്നേരം അല്ല, രാവിലെ എവിടെയും ജോലിക്ക് പോയി വൈകുന്നേരം 1-2 മണിക്കൂർ ഫ്രീലാൻസിങ് ജോലി ചെയ്യാം. ദാറ്റ്സ് ആഡ് ഓൺ ടു ഇറ്റ്. ഓക്കെ, ഈ 20 മുതൽ 30 വയസ്സുള്ള ഈ ഇടയിലെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ വളരെയധികം ഫ്രീ ടൈം ഒരുപാടുണ്ട്. കാരണം നമുക്ക് കുട്ടികളില്ല, വൈഫില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ക്യാൻ ഇൻവെസ്റ്റ് എ ലോട്ട് ഓഫ് ടൈം ഓൺ അവർ സെൽഫ്. ഓക്കെ, പക്ഷെ കുട്ടികൾ ചെയ്യുന്നില്ല. ഇനിയിപ്പം ഈ പറയുന്ന സ്കില്ല് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം ബൂമിങ് ടെക്നോളജി ആയിട്ടുള്ള EV, ഇലക്ട്രിക് വെഹിക്കിളിന്റെ ടെക്നോളജികൾ, പിന്നെ സോളാർ, പിന്നെ സെമി കണ്ടക്ടർ, ഇങ്ങനെ ഒരുപാട് ഏരിയകൾ കിടക്കുകയാണ്. ഇതൊന്നും കോളേജിൽ നിന്ന് കിട്ടിയ ഒരു BTechോ അല്ലെങ്കിൽ BSCയോ അത് മതി ഇനിയുള്ള കാലം എന്ന് വിചാരിക്കുന്ന യുവാക്കൾ, യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദിസ് ട്രാപ്പ്. ഓക്കെ, ഈ ട്രാപ്പിൽ പെട്ടാൽ നിങ്ങൾക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം ഞാൻ ആ ഒരു മിഡിൽ ക്ലാസ് ഇൻകത്തിൽ പെട്ടൊരു വ്യക്തിയാണ്. കാരണം യു വിൽ ബി, ഞാൻ പറഞ്ഞ പോലെ ഡിപ്രസ്ഡ് ആവും. ഡിപ്രഷൻ വിൽ കം ഫ്രം എവരിവെയർ. ഓക്കെ, അവസാനം നമ്മളൊരു ഓളത്തിൽ അങ്ങനെ പോവുകയാണ്, ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ. ഈ അവസ്ഥയിലേക്ക് പോകരുത് മക്കളെ. സോ ലെറ്റ് മി ടെൽ യു. ഓക്കെ, ഒരുപാട് യോജന ഉണ്ട് പ്രധാനമന്ത്രിയുടെ, നമ്മുടെ നരേന്ദ്രമോദിജിയുടെ അണ്ടറിൽ മിനിസ്ട്രിയുടെ കീഴിൽ ഒരുപാട് യോജനകളുണ്ട് ഈ യുവാക്കൾക്ക് സ്കില്ല് കൊണ്ടുവരാൻ. നിങ്ങളുടെയൊക്കെ MLA മാരോടും MP മാരോടൊക്കെ അഭ്യർത്ഥിക്കും, നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഇവരോടൊക്കെ നിങ്ങൾ സംസാരിക്കണം, ഇതുപോലുള്ള സെന്റർ തുടങ്ങാനായിട്ട്. അതായത് ഗവൺമെന്റിന്റെ കീഴിൽ ഓരോ സെന്ററുകൾ തുടങ്ങാനായിട്ട് പണം അനുവദിക്കുന്നുണ്ട്. അപ്പൊ അതുപോലത്തെ ഒരു സെന്റർ നിങ്ങളുടെ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ അഭ്യർത്ഥിക്കണം. നിങ്ങൾ ഈ ബിഗ് ബോസും പിന്നെ അതുപോലുള്ള ഈ ആനുകാലിക പ്രശ്നങ്ങൾ തിരിക്കാൻ വേണ്ടി ഈ കൊണ്ടുവരുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ ബിഗ് ബോസ്, പിന്നെ അതുപോലുള്ള കാര്യങ്ങളിൽ ടൈം സ്പെൻഡ് ചെയ്യാതെ വൈകുന്നേരങ്ങളിൽ 1-2 മണിക്കൂറൊക്കെ ഇതുപോലുള്ള സ്കിൽ ഡെവലപ്മെന്റ് പഠിച്ചു നോക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഇതൊക്കെ ഇല്ല. അത് മാത്രമല്ല, എന്നെക്കാട്ടും ഭംഗിയായി പറയുന്ന ആൾക്കാരുണ്ട്. വീഡിയോസ് കണ്ട് നിങ്ങൾ ശ്രമിച്ചു നോക്ക്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നോട്ട് ഒരേ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു തുണിക്കട വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ഇങ്ങനെ ജോലി കൊണ്ടേയിരിക്കും. അവിടെ നിന്ന് പ്രത്യേകം പഠിക്കാനില്ല ഒന്നും. കാരണം ഇനി നിങ്ങളൊരു തുണിക്കടയിൽ ജോലി എടുക്കുക എന്നുള്ളത് മോശമായ കാര്യമല്ല. പക്ഷെ ആ ബിസിനസ് നിങ്ങൾ പഠിക്കും. ഞാനും ഇവിടെ വന്നപ്പോൾ എനിക്ക് പിസ ഉണ്ടാക്കാൻ അറിയാം. ഞാൻ പിസ ഉണ്ടാക്കുന്ന കടയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, ലിക്കർ സ്റ്റോറുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്, കൺവീനിയൻസ് സ്റ്റോറുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്, പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ ജോലി എടുക്കുമായിരുന്നില്ല. ഐ എം ലേണിംഗ് എ ബിസിനസ്. ഓക്കെ, അവിടുത്തെ ഇൻവെന്ററി എങ്ങനെ വരുന്നു, അവിടുത്തെ എങ്ങനെയാണ് നമ്മൾ കസ്റ്റമറെ മാനേജ് ചെയ്യുന്നത്, അവിടുത്തെ എങ്ങനെ നമ്മൾ സപ്ലയേഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഫൈനാൻസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഇന്ന് എത്ര ലാഭം കിട്ടും. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നത്. കാരണം നിങ്ങളൊരു ജോലിക്ക് പോകുമ്പോൾ അവിടുന്ന് പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. ഞാൻ എപ്പോഴും സ്വിച്ച് ഓവർ ചെയ്യാറുണ്ട്. കാരണം ഒരു വർഷത്തിൽ കൂടുതൽ ഞാൻ ജോലിയില്ല.
ഒരു വർഷം നിന്നു, അവിടുന്ന് ബിസിനസ്സിൻ്റെ എ ടു സെഡ് പഠിച്ചു, ഞാൻ അടുത്തതിലേക്ക് ജമ്പ് ചെയ്തു. ബട്ട് എൻഡ് ഓഫ് ദ ഡേ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ. അവിടുന്ന് പിന്നെ പ്രത്യേകിച്ച് സാലറി ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അവിടുന്ന് കിട്ടാവുന്ന ബെനിഫിറ്റ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് ജമ്പ് ചെയ്യുക. ജസ്റ്റ് ഗെറ്റ് ഇൻ ടു നെക്സ്റ്റ് അടുത്തൊരു ബിസിനസ്സോ അല്ലെങ്കിൽ അടുത്തൊരു ജോലി നോക്കി പോകുക. യു ക്യാൻ ലേൺ സംതിങ്. ഓക്കെ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് യുവാക്കൾ അനുഭവങ്ങൾ സ്വായത്തമാക്കുന്നില്ല. അതായത് നിങ്ങൾ യാത്ര ചെയ്യണം ഒരുപാട്. നമ്മൾ ഒറ്റയ്ക്ക് യാത്ര എന്ന് പറയുന്നത് കൊടൈക്കനാലോ ഊട്ടിയിലേക്കല്ല പറയുന്നത്, ഒറ്റയ്ക്ക് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കണം. പോയി ഗ്രാമങ്ങളിൽ പോയി ലൈഫ് കാണണം. പുതിയ സംസ്കാരങ്ങളും പുതിയ ഭാഷകളും പുതിയ ആളുകളുമായിട്ടും ബന്ധപ്പെടണം. നിങ്ങൾ പല ഇന്ത്യയിൽ UP അല്ലെങ്കിൽ ഡൽഹി അവിടെയൊക്കെ പോയി നിങ്ങൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും യാത്ര പോകണം. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ. നിങ്ങൾക്ക് ആ ഒരു കഴിവ് വരുള്ളൂ സ്വന്തമായിട്ടെല്ലാം മാനേജ് ചെയ്യാനുള്ളത്. ജോലി തന്നെയല്ല. അല്പം പണം സേവ് ചെയ്ത് ട്രെയിനുകളിൽ സഞ്ചരിക്കുക, സഞ്ചരിച്ച് പോയി കാണുക. ഇതെല്ലാം കഴിഞ്ഞ് വരുന്നൊരു വേറെ സംഭവം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യില്ല നമ്മുടെ കുട്ടികൾ. ഓക്കെ. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ പറയും ഇൻവെസ്റ്റ് ചെയ്യാൻ പണം വേണ്ടിയെന്ന് പറയും. ചെറിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റും തുടങ്ങുക. കാരണം കോമ്പൗണ്ടിങ്ങിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട്. കാരണം ഈ മില്ലിയനേഴ്സും അതുപോലെ തന്നെ ഹൈ റിച്ച് ഫാമിലിയൊക്കെ അവർ ഈ പണം ഇൻവെസ്റ്റ് ചെയ്താണ് അവർ റിച്ച് ആവുന്നത്. ഈ മിഡിൽ ക്ലാസ്സിൽ അവർക്ക് സാധിക്കില്ല ഒരിക്കലും. അപ്പോൾ നിങ്ങൾ ഈ രണ്ടാമത്തെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ ഷോ ഓഫ് കാണിക്കരുത്. കാരണം നമ്മളൊരു ജോലി കയറി കഴിഞ്ഞു, ഒരു ഫാൻസി ആയിട്ടുള്ള കാറ് വാങ്ങിച്ചു, 10-12% ഇൻട്രസ്റ്റ് റേറ്റിലേക്കാണ് ഓരോരുത്തർ ഫാൻസി ആയിട്ട് കാറ് വാങ്ങുന്നത്. വീടൊക്കെ വീട്ടിലേക്ക് ഞാൻ കടന്നു വരാം. കാറിൻ്റെയൊക്കെ ആവശ്യം എന്താണ്? ഐഫോണുകൾ 12% എന്ന് പറയുന്നത് നമ്മൾ ആരെയാണ് ധനികരാക്കുന്നത്? ഈ പറയുന്ന കമ്പനികളുടെ ഷെയർ ഹോൾഡേഴ്സിന് ധനികരാക്കുന്നത്. ആ പണം കൂടി ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങൾ എവിടെയെങ്കിലും. ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടുകളോ SIPകളോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസുകളോ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ആസ് ഏർലി ആസ് പോസിബിൾ. ഞാനത് വിഷയം പറയാൻ കാരണം എന്ന് പറയുന്നത്, ഞാനിവിടെ കുട്ടികളെ കാണാറുണ്ട്. ഇന്ത്യയിൽ നിന്ന് വരുന്ന റിച്ച് ഫാമിലി വരുന്ന കുട്ടികളുണ്ട്. അവർ പഠിക്കാനോട് വരുന്നു. അപ്പോൾ അവരൊക്കെ ദേ 22-23 വയസ്സേ ഉള്ളൂ. അവർക്കൊക്കെ നല്ല പോർട്ട്ഫോളിയോ ഉണ്ട്. ദേ ഇൻവെസ്റ്റഡ് അറ്റ് വെൻ ദേ 18. അവർക്ക് അതിന് മണിയുടെ ആക്സസ് ഉണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. സോ അവർക്കൊരു ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടുവാണ് അധികം വൈകാതെ തന്നെ. അപ്പോൾ ഈ മിഡിൽ ക്ലാസ്സിന് ഗൈഡ് തരാൻ ആരുമില്ല. സോ നിങ്ങൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, നിങ്ങൾ നല്ലൊരു ജോലി വാങ്ങുക, വീക്കെൻഡുകളിലും എന്തെങ്കിലും ഇതുപോലുള്ള ഒരു സൈഡ് ഹസിൽ ചെയ്യുക. അവിടുന്ന് കിട്ടുന്ന പണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഡോണ്ട് ഇൻവെസ്റ്റ് ഓൺ ഇപ്പം ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു, ഫാൻസി ആയിട്ടുള്ള ഫോൺ വാങ്ങിച്ചു, ഫാൻസി ആയിട്ട് ടൂർ അടിച്ചു. അതൊക്കെ വേണം, ഇല്ല എന്ന് പറയുന്നില്ല. വർഷത്തിൽ 1-2 ആയിക്കോ. പക്ഷേ മെജോറിറ്റി യു ഷുഡ് സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ്. ഓക്കെ. അത് വളരെ വലിയ സംഭവമാണ്. പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് കുട്ടികൾ ചെയ്യുന്ന ഫാൻസി ആയിട്ടുള്ള കല്യാണങ്ങൾ, വളരെ ആഡംബരമായിട്ട് കല്യാണങ്ങൾ നടത്തിയിട്ട് ബാങ്ക്രപ്റ്റ് ആവുക. അതായത് ലോൺ എടുത്ത് കല്യാണം നടത്തുക. ഈ മിഡിൽ ക്ലാസ്സിൻ്റെ ഒരു ട്രാപ്പാണ് ലോൺ എടുത്ത് വീട് വാങ്ങുക. വീട് വാങ്ങിച്ചോ, നിങ്ങൾക്ക് സാധിക്കുന്ന വീടുകളിലേക്ക് മാത്രം നിങ്ങൾ ശ്രമിക്കുക വാങ്ങാനായിട്ട്. ഇതുപോലുള്ള ഒരു 1-2 പൊടിക്കൈകൾ ശ്രമിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ ക്രിട്ടിക്കൽ പറയുന്നത് 20-30 വയസ്സിലുള്ള യുവാക്കളുടെ കഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പലരും ചോദിക്കായിരിക്കും, എനിക്ക് 25,000 ശമ്പളമില്ല അല്ലെങ്കിൽ 10,000 രൂപ ശമ്പളമുള്ളൂ. സ്റ്റാർട്ട് ഇൻവെസ്റ്റിംഗ് ഓൺ യുവർ സെൽഫ്. ഓക്കെ. ഒരുപക്ഷെ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു കോഴ്സ് പഠിച്ച് സ്കില്ലപ്പ് ആക്കുക. ഒരു 1000, 2000, 3000 രൂപയൊക്കെ വെച്ച് നിങ്ങൾ വീക്കെൻഡുകളിൽ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയി അത് പണം നിങ്ങൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. ജസ്റ്റ് ഒരു നമ്മുടെ യുവാക്കൾക്ക് ഒരു ഉപദേശം നിലയ്ക്കാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഹോപ്പ്ഫുള്ളി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.